കുട്ടിയേട്ടൻ പണ്ട് പറഞ്ഞു തരാറുള്ള ഒരു കഥയില്ലേ, മന്ത്രം ജപിച്ച കഠാര കാണിച്ചപ്പോൾ ചങ്ങല തകർത്ത കഥ. വെള്ള കുതിരപ്പുറത്ത് കയറി അവർ രക്ഷപ്പെട്ട കഥ. എനിക്ക് ആരാ ഒരു കഠാര തരിക എൻ്റെ കുട്ടിയേട്ടനെ ഒന്ന് രക്ഷപ്പെടുത്താൻ? എൻ്റെ കുട്ടിയേട്ടന് ഭ്രാന്തില്ല കേട്ടോ, ഭ്രാന്തില്ല. കല്ലൂരെ കുഞ്ഞുട്ടനാ പറയണത് ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ തുമ്പി തുമ്പിടെ പാട്ട്. ഇതൊരു ചുഴിയാ, ഈ ചുഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ രക്ഷപ്പെടില്ല. അതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അത് കറക്റ്റായി എനിക്ക് അഭിനയിക്കാറിയില്ല. അതാ അതല്ല, എനിക്ക് ജീവിക്കാനേ അറിയുള്ളൂ. അതേ അറിയുള്ളൂ. നമസ്കാരം, ഉദയൻ കലാനികേതനാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വസന്തത്തിൻ്റെയും നല്ലൊരു പൊന്നോണം ആശംസിക്കുന്നു. ആഴത്തിലുള്ള പഠനവും പരിശ്രമവും കൊണ്ട് മാത്രമാണ് ഒരു നർത്തകൻ അല്ലെങ്കിൽ ഒരു നർത്തകി ആകാൻ കഴിയുക. നൃത്തത്തിൻ്റെ ലോകത്ത് തൻ്റേതായ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് അതോടൊപ്പം മലയാള നാടകവേദിയിലെ നാടക അഭിനയ രംഗത്തും ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ശ്രീ കലാമണ്ഡലം സന്ധ്യയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത്. നിറഞ്ഞ സ്നേഹത്തോടെ ശ്രീമതി സന്ധ്യയെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. പ്രിയപ്പെട്ട മലയാളികൾക്ക് എല്ലാവർക്കും നല്ലൊരു പൊന്നോണം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട ഓണാശംസകൾ. ഈ ഓണത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കൊല്ലവർഷത്തിലത്തെ പുതിയ നൂറ്റാണ്ട് തുടങ്ങുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവിധ ആശംസകളും. ആ ഒരു അറിവ് പകർന്നു തന്നതിന് എക്സ്ട്രാ നന്ദി കൂടി പറയുന്നു ഈ അവസരത്തിൽ. ചേച്ചിയുടെ ദേശം തൃശ്ശൂരാണ്, സാംസ്കാരിക കലയുടെ തലസ്ഥാനം എന്നറിയപ്പെട്ട തൃശ്ശൂർ. അപ്പോൾ ഓണം, കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാര്യം സദ്യയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കാൻ തൃശ്ശൂർക്കാർ പണ്ടേ ഒരു മിടുക്ക. തിരുവനന്തപുരം അങ്ങനെ അല്ലാന്ന് ഞാൻ പറഞ്ഞത്. ഇവർക്കൊരു പ്രത്യേകത എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ എല്ലാവരും നല്ല പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ചേച്ചിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എങ്ങനെയാണ് ഓണത്തിനെ കുറിച്ചുള്ള? കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ, ഹൈസ്കൂൾ എത്തിയിട്ടില്ല, ഒരു UP സെക്ഷനിലുള്ള ഓണാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തറഞ്ഞു കിടക്കുന്നത്. അതായത് അന്ന് മുള കൊണ്ട് ഊഞ്ഞാല് കെട്ടും. മുള വളരെ വലിയ മുള എടുത്തിട്ട് അതിന്റെ തൂമ്പ് ഭാഗം, അതായത് ഉയർന്ന ഭാഗം, അതിന്റെ തുമ്പ്, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയാം. അതെ, അത് നെടുകെ പിളർന്നിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു മുളയുടെ ഒരു പലക വെച്ചിട്ടാണ് ആ മുള കൊണ്ടാണ് ഊഞ്ഞാലാടുക. അപ്പൊ അത് ഒരു കാലത്ത് അത് പൊട്ടുന്നുള്ളൊരു പേടി വേണ്ട. അപ്പൊ ഇത് ഈ ഊഞ്ഞാല് കെട്ടാൻ വേണ്ടിയിട്ട് അതിൽ പെട്ട അത്രയും അവഗാഹമുള്ളവർ തന്നെ വന്നിട്ട് വേണം ഈ ഊഞ്ഞാല് കെട്ടിണ്ടാക്കാൻ. അപ്പൊ അതിൽ അതുണ്ട്. ഈ ഊഞ്ഞാൽ ആടുന്നതും അതിനൊരു പാട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഈ ഒന്നാനാം കൊച്ചു തുമ്പി എന്നൊക്കെ പറഞ്ഞ പോലത്തെ വേറൊരു രീതിയിലുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്. ഒന്നാം മല കയറി പോയി വാ എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ എനിക്ക് ഈ ശബ്ദം ശരിയല്ലാത്തോണ്ട്. അപ്പോൾ ഈ ഊഞ്ഞാലിൽ കയറാൻ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളതാണ് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. കാരണം ഞങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഈ മുള ഊഞ്ഞാല് കേട്ടോ ഞങ്ങൾ പറയാ, ഊഞ്ഞാലാണ് അത്. അപ്പോൾ ഒരു വള്ളുവനാട് സ്ലാങ്ങും കൂടി ആകുമ്പോൾ ഭാഷ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഈ മുള ഊഞ്ഞാലിൽ ആടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുക. ചെറിയ കുട്ടികൾ അവർ തീരെ കയറ്റില്ല. ഒരു 20 വയസ്സിന് മുകളിലുള്ളവർ ഇതിനെ ചുക്കളം കുത്തുക എന്നാണ് പറയുക. അതായത് ഇവിടുന്ന് നിന്നിട്ട് ഇരുന്ന് കുത്തിയിട്ട് ഇത്രയും വെയിറ്റുള്ള ഈ മുള കൊണ്ട് അവർ ഒരു അർദ്ധ സർക്കിള് അല്ല അതിന് മുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത് കണ്ട് ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ കൊതിയോട് കൂടിയിട്ട് ഇതിപ്പോൾ എൻ്റെ ചാൻസ് കിട്ടും എന്നുള്ളതിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒന്നാമത്തെ ഒരു ഓർമ്മ. പക്ഷേ ഇവരൊക്കെ പോയി കഴിഞ്ഞ് ആ ഓണക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഊഞ്ഞാൽ അവിടെ ഉണ്ടാവും. അതാണ് പിന്നെ ഒരു ഭാഗ്യം. ഈ ചാൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ തലകുത്തി മറിയാം. അത് പിന്നെ രണ്ടാമത്തെ ഒരു തുമ്പി തുള്ളണതാണ്. തുമ്പിനെ ആനയിച്ച് വരുത്തണം. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്പീഡായിരിക്കും ഉണ്ണാനൊക്കെ. ടേസ്റ്റും കൊണ്ടല്ല, ഞങ്ങൾക്ക് വേഗം തുമ്പി തുള്ളുന്ന സ്ഥലത്ത് വേഗം എത്തണം. അപ്പോൾ ഈ തുമ്പി തുള്ളുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോണത് എന്തിനാന്ന് വെച്ചാൽ തുമ്പീനെ ആദ്യം പാട്ട് പാടി ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് ഈ കൂട്ടത്തിലുള്ള ആരോ ഒരാൾക്ക് വിറയൽ തുടങ്ങും. അതായത് വെളിച്ചപ്പാട് ഇളകണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സ്പിരിച്വലായിട്ട് എന്തോ സംഭവമാണ് തുമ്പി കയറുകയാണെന്നാണ് പറയുന്നത്.
അപ്പം ഞങ്ങൾക്കത് ഭയങ്കര അത്ഭുതം. അവർ മുടിക്കെട്ട് ഇങ്ങനെ ആട്ടി അത് ഒറിജിനലായിട്ട് വരുന്നതാണോ? അതെ അങ്ങനെ വരും. അത് ഈ കയറ്റാൻ ഒരു പാട്ടുമുണ്ട്, ഇറക്കാൻ ഒരു പാട്ടുമുണ്ട്. ഇറക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇറങ്ങില്ല എന്നൊക്കെയാണ് പറയുന്നത്. രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെൻ്റെ കുട്ടിക്കാലത്തുള്ള കഥയല്ല, ഞാൻ കുറച്ച് വലുതായതിന് ശേഷമൊക്കെ ഉള്ള കഥയാണ്. ഞാൻ കലാമണ്ഡലത്തിലൊക്കെ പഠിക്കേണ്ട സമയത്ത്, ഒരു 18-20 വയസ്സായ സമയത്ത്, ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു കല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീട്ടും പേരുണ്ട്, കല്ലൂർ. ആ വീട്ടിലൊരു ഏട്ടനുണ്ട്. ആള് വളരെ റിബലായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്, എല്ലാത്തിനും ഒരു തമാശ കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പോൾ തുമ്പീനെ കയറ്റാൻ എല്ലാവർക്കും അറിഞ്ഞു, പക്ഷെ ഇറക്കാനുള്ള പാട്ട് അറിയാതെ പോയി. അപ്പോൾ അത് അത്രയും പ്രായമുള്ളവർ അതിൽ കുറവാണ്. അപ്പോൾ ഇവരെ കയറ്റി കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരും പാടിയിട്ട് ഇറങ്ങണില്ല. അവസാനം ഈ ഏട്ടനെടുത്തു, ഇത് പെണ്ണുങ്ങളുടെ മാത്രമുള്ള ഒരു ചടങ്ങാണേ, ഇവിടേക്ക് ആണുങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ വീടിൻ്റെ അകത്തുനിന്ന് ഈ കല്ലൂര കുഞ്ഞുട്ടേട്ടൻ വന്നിട്ട് പറഞ്ഞു, കല്ലൂര കുഞ്ഞുട്ടനാ പറയണത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ തുമ്പിടെ പാട്ട്. അത് ഇപ്പോഴും ഓണക്കാലം എന്ന് പറയുന്ന സമയത്ത് ഈ കല്ലൂര കുഞ്ഞുട്ടേട്ടൻ്റെ തുമ്പീനെ ഇറക്കിയ പാട്ടുമാണ് ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. പിന്നെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങൾക്കും മീതെയാണല്ലോ ഒരു ഓണം എന്ന് പറഞ്ഞാൽ. എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധി. നമുക്ക് ഡ്രസ്സാണെങ്കിൽ അത്, ഫുഡാണെങ്കിൽ ഫുഡും നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്ര ഇലയിലൊക്കെ പല പല കളറുകൾ. അപ്പം ഞാൻ വിചാരിക്കും തൊടുകറിക്ക് ഐറ്റം കൂടുതലാണ് അല്ലേ? അതെ. അപ്പൊ പല കളേഴ്സ് ആവുമല്ലോ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഈ ഓണപ്പൂക്കളം പോലെ തന്നെ അടുത്ത പൂക്കളായിരിക്കും നമ്മുടെ ഇലയിലും ഉണ്ടാവുക. അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മ ഇതൊക്കെ ഇങ്ങനെ കളറുകളായത് എന്നൊക്കെ ചോദിക്കും. ചിലപ്പോ ബീറ്റ്റൂട്ടിന്റെ ഒക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും അതൊരു കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ നമുക്ക് അധികം കഴിക്കാനൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എല്ലാ ഫുഡിന്റെയും കൂടി ഒരു സ്മെല്ല് വരുന്നത് കൊണ്ട് നമുക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ കളിക്കാൻ അന്ന് പോട്ടെ എന്നൊന്നും ചോദിക്കണ്ട, സാങ്ഷൻ വേണ്ട. അല്ലെങ്കിൽ 1 ചോദിച്ച് 2 ചോദിച്ച് 3 ചോദിച്ച് കരഞ്ഞ് പിഴിഞ്ഞ് എന്നിട്ടൊക്കെ സാങ്ഷൻ കിട്ടുള്ളൂ, ചിലപ്പോൾ കിട്ടൂല. പക്ഷെ ഇതങ്ങനെയല്ല. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീഡത്തിൻ്റെയും കൂടി കാലമാണ്. അതേപോലെ തന്നെ മനസ്സിന്റെ ഭയങ്കര സന്തോഷത്തിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെവലാണ് ആ സമയം. അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനന്ന് വേറൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് ആ സമയത്ത് എക്സാം ഉണ്ടാവും ഓണക്കാലത്ത്. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അത് പരീക്ഷയ്ക്ക് പോണതല്ല സങ്കടം, നമ്മൾ നല്ല പൂക്കളിട്ടിട്ടാവും പോയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഭയങ്കര മനസ്സ് നിറഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കി നമുക്ക് സ്വയം അഭിമാനമൊക്കെ തോന്നി നിന്നിട്ട് തിരിച്ചത് കാണാൻ വരുമ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടാവും, കോഴി കൊത്തി ചിക്കനാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു അല്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാലമാണ്. പിന്നെ ഈ ഊഞ്ഞാലിനാണെങ്കിലും ഈ തുമ്പി ഉറയണത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും അന്ന് നടന്നൊക്കെ നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാലം. അങ്ങനത്തെ ഒരു കാലം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഭയങ്കര വയസ്സായി എന്നല്ല പറയണത്, ഇപ്പോൾ ഒരു എല്ലാറ്റിലും ഹൈടെക് ആയതുകൊണ്ട് ആ ഓണത്തിനും അത് അതെ ഒരു സാങ്കേതികത്വം വന്നപ്പോൾ ആ ഒരു എന്താ പറയുക ഗൃഹാതുരത്വം കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. എല്ലാവർക്കും ഒന്നും പറയണില്ല, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വിട്ടുപോയവർക്കൊക്കെ ഭയങ്കര ഓണാഘോഷമാണ് കേട്ടോ. നമ്മൾ മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത വിധത്തിൽ അവർ അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം മറന്ന് ആഘോഷിക്കുന്ന ഒരു സമയമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഹൃദയം തുറന്ന് ആഘോഷിക്കണം. ബാക്കിയുള്ള ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം കൂടി ഇരിക്കണം. പറയൂ ചേച്ചി. 1997 വടകര വരദയുടെ തണ്ണീർ എന്ന നാടകത്തിലെ ശിവന്തി എന്ന കഥാപാത്രമായിട്ടാണ് പ്രേക്ഷകരെ മുന്നിലേക്ക് വരുന്നത്. അത് ഇന്ന് 2024 കടക്കാവൂർ SS നടന സഭയുടെ റിപ്പോർട്ട് നമ്പർ 79 ചിന്നമ്മയിൽ എത്തി നിൽക്കുമ്പോൾ കലാമണ്ഡലം സന്ധ്യ എന്ന വ്യക്തിക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും പറയണ പോലെ ഒരു ക്ലീഷേ ഡയലോഗ് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ഒരു രംഗത്ത് എത്തിപ്പെടുന്നുള്ളത്. കാരണം ഞാൻ കലാമണ്ഡലമായിരുന്നു, എനിക്ക് ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന്. അതുകൂടാതെ ആ പഠിക്കുന്ന സമയത്ത് ഞാൻ റാങ്ക് ഹോൾഡറായിരുന്നു. ഞാൻ നല്ലൊരു പ്രാസംഗികയായിരുന്നു, ഞാൻ നല്ലൊരു രാഷ്ട്രീയക്കാരിയായിരുന്നു, അത്യാവശ്യം എഴുതുമായിരുന്നു. അതിലൊന്നും നാടകം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞങ്ങളുടെ അവിടെ പാർട്ടി ഒരു നാടകം വയ്ക്കുകയും ആ നാടകത്തിന് ആളെ അന്വേഷിച്ചിട്ട്, അതായത് അതിൽ അഭിനയിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് പിന്നീട് നാടകം കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, നാടകം നിന്ന് പോകുന്നൊരവസ്ഥ വന്നിരുന്നു. അപ്പോൾ എന്നോട് കളിക്കാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സീനിയറിൻ്റെ ഒരു ചേച്ചിയുടെ കുട്ടികളുടെ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു ഷൊർണൂർ ചുടുവാലത്തൂർ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരുന്നു അന്ന് എന്നാണ് പറയപ്പെടുന്നത്, അത്ര സ്ട്രോങ് ഒന്നുമല്ല. അപ്പോൾ ഈ അവൾ എൻ്റെ ചേച്ചി, എൻ്റെ സ്വന്തം ചേച്ചിയല്ല, എൻ്റെ സീനിയറായ ചേച്ചി ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് നായികയായിട്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലവറായിട്ട് നിൽക്കുന്ന ആ ക്യാരക്ടർ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണിലെ നോട്ടം എനിക്ക് ഫീൽ ചെയ്യണു വല്ലാതെ, എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നാണ്.
ഞാൻ ചോദിച്ചു ഒരാൾ നോക്കുന്ന നോട്ടം അതിനെ തിരിച്ച് മടക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ എന്ത് കലാമണ്ഡല ചോദിച്ചു. ചേച്ചിമാരെ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ തട്ടിമാറ്റി അങ്ങനെ ചേച്ചീനെ മാറ്റിയിട്ട് അങ്ങനെ എന്നെ ഒരാൾക്കും നോക്കിയിട്ട് പേടിപ്പിക്കാനൊന്നും പറ്റില്ല, ഞാൻ വന്ന് അഭിനയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചു. അപ്പോൾ സത്യത്തിൽ അയാൾ അങ്ങനെ നോക്കണമൊന്നുമല്ല. ഈ ചേച്ചി പേടിച്ചിട്ട് നാടകം ഡയലോഗ് ഓർത്ത് പറയണ്ടേ, ഡാൻസ് കിട്ടണ പോലെ അല്ലല്ലോ അത്. അങ്ങനെ ആ ചേച്ചിക്ക് പകരക്കാരിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സത്യം എനിക്ക് ആ നോട്ടത്തെ നേരിടാൻ പറ്റാതിരുന്നിട്ടുള്ള തീക്ഷ്ണമായ കണ്ണുകളോട് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. എന്നെ നടിയാക്കിയത് അയാളാണ് സത്യത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ നാടകത്തിന് ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പം അങ്ങനെ അമേച്ചറുകൾ പിന്നെ കുറേശ്ശെ ഈ പാർട്ടിക്കാരെ നിന്ന് കിടക്കുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ പകരം ചെയ്യാൻ പോയി. അങ്ങനെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അമേച്ചറും കളിക്കും കലാമണ്ഡലത്തിലും പഠിക്കുന്നുണ്ട്, പോക്കറ്റ് മണി നല്ലപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി, ഇത് തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിൽ ആകസ്മികമായിട്ടാണല്ലോ വന്നത്. ഈ വന്ന സ്ഥിതിക്ക് ഇത് തെറ്റില്ലാത്തൊരു കാര്യമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതാദ്യം നിർബന്ധിച്ചിട്ട് ചെയ്തതാണല്ലോ, അതായത് മനസ്സില്ലാ മനസ്സോടെ വന്നതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ അമേച്ചർ നാടകം തന്നെ ഒരു 8-10 സ്ഥലങ്ങളിൽ കളിച്ചിരുന്നു. അത് നല്ല ഹിറ്റായിരുന്നു ആ നാടകം. ആ നാടകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് എന്നെ മോഹനേട്ടൻ, പറവൂരുള്ളൊരു മോഹനേട്ടുണ്ട്, അദ്ദേഹം വടകര വരതയിലത്തെ ശങ്കരേട്ടനോട് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ആർട്ടിസ്റ്റ് തൃശ്ശൂർ ചേലക്കരി ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ശവന്തിയായിട്ട് അഭിനയിച്ചിരുന്ന ആദ്യത്തെ ഒരു ചേച്ചി കൂടെ നിൽക്കുന്ന കോഴിക്കോട് ശിവരാമനെ പോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു. മുരുകേഷ് കാക്കൂർ, സുബാബു ശിവപുരം, പിന്നെ പുതുപ്പാടി ശാന്ത, അവരൊക്കെ ഭയങ്കര എണ്ണം പറഞ്ഞ കുറേ ആർട്ടിസ്റ്റുകളാണ്. അവരുടെ കൂടെ നിൽക്കാൻ അവർക്ക് ഈ ഒരു ക്യാരക്ടർ അത്ര കാലിബർ പോരാന്ന് പറഞ്ഞിട്ട് ആണ് എന്നെ പകരം വിളിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു അതിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പ്രൊഫഷണൽ സമിതി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ അതിൽ പെട്ടുപോയാൽ തിരിച്ച് നിനക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാനാണെങ്കിൽ ദൂരദർശനിൽ സീരിയലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പഠിക്കുന്ന സമയത്ത് കൃഷ്ണറെഡ്ഡിയാർ മെമ്മോറിയൽ സ്കോളർഷിപ്പൊക്കെ കിട്ടിയ ഫസ്റ്റ് റാങ്കാണ്, റാങ്ക് ഹോൾഡറാണ്. അപ്പം അവിടെ തന്നെ ഒരു പ്രൊഫസർ ആവാം അല്ലെങ്കിൽ ആയി വരാം എന്നുള്ള അത്രയും വലിയ ചിന്തകളോട് കൂടി നടക്കുന്ന ഒരാൾ പെട്ടെന്ന് വഴിമാറിപ്പോയി കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്ന എൻ്റെ അച്ഛന് തോന്നിയിട്ട് അച്ഛന് ഭയങ്കരമായിട്ട് വിസമ്മതം ഉണ്ടായിരുന്നു, പോണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വന്ന ആൾ എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആൾ ഒരു 100 രൂപ ഉമ്മറപ്പടിയിൽ വെച്ചിട്ടാണ് പോയത്, വണ്ടിക്കൂലിയാണിത്. അപ്പം എന്ത് പറഞ്ഞിട്ടും ഇവരത് വാങ്ങണില്ല. അപ്പം നമ്മളൊരാളെ അറ്റാക്ക് ചെയ്ത് പോയി ഇട്ട് കൊടുക്കാൻ മാത്രമുള്ള അടുപ്പമില്ലാത്ത ആളുകളായതുകൊണ്ട് അമ്മ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചു. കുറേ നേരം അവരോട് പറഞ്ഞിട്ട് അവർ വാങ്ങിയില്ല. അപ്പം ഞാൻ അവർ പോയതിനു ശേഷം അമ്മയെ കുറേ ചീത്ത പറഞ്ഞു, അമ്മ എന്ത് പണിയാണ് കാണിച്ചത്, ഈ പൈസ വാങ്ങി വെച്ചാൽ ഞാൻ അവിടെ പോണ്ടേ. എനിക്ക് ഭയങ്കര പേടിയായി പോയി. അച്ഛൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടല്ലോ പോകരുത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെ ഈ 100 രൂപ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ വന്നു വരുത്തിയിട്ട് വരണില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വടകരയ്ക്ക് വണ്ടി കയറിയിട്ട് അയാളുടെ വീട്ടിലൊക്കെ പോയി. അപ്പോൾ അവിടെ റിഹേഴ്സൽ ക്യാമ്പിലാണ് നേരെ പോണത്. അപ്പം ഞാൻ എൻ്റെ കാലിൽ നിറയെ കിലുക്കുണ്ടായിരുന്നു. അതായത് ഞാൻ കലാമണ്ഡലമായതുകൊണ്ട് അതിൻ്റെ ഒരു അഹംഭാവം കൊണ്ട് നടക്കുമ്പോൾ ചിലും പറഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. അങ്ങനെ നിറയെ കിലുക്കുള്ളത് വന്നപ്പോൾ അവിടെയുള്ള കലാകാരന്മാർ, അതായത് നടിയന്മാർ വന്നിട്ട് പറഞ്ഞു, അയ്യോ തെയ്യം വരുന്നുണ്ടല്ലോ. എൻ്റെ വരവൻ്റെ അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. അങ്ങനെ വന്നിട്ട് ഇവരാദ്യം എടുത്തത് തണ്ണീർ അല്ല, അവരത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൻ്റെ ആത്മാവാണ് ആദ്യം റിഹേഴ്സൽ ചെയ്തത്. അപ്പം റിഹേഴ്സൽ ചെയ്ത സമയത്ത് ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി കണക്കൂട്ടി പോയേർക്കണതാണല്ലോ, ഒരിക്കലും ഞാൻ നാടകം അഭിനയിക്കാൻ പോയതല്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ പോക്കറ്റ് മണിക്കുള്ള അമേച്ചറുകളും എൻ്റെ പ്രൊഫഷനും ഒക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ചേലക്കര SFI ഏരിയ വൈസ് പ്രസിഡന്റ്. അപ്പോൾ പാർട്ടിയുടെ കുറേ കുറേ കിടക്കുന്നുണ്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ റിഹേഴ്സൽ ഇങ്ങനെ ശ്രദ്ധിച്ചൊരു സൈഡിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ് ഒരുവിധ ആൾക്കാരൊക്കെ വായിച്ചിട്ടുണ്ട്. വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളൊരു കഥയാണല്ലോ, പ്രത്യേകിച്ച് MT ഡേയും കൂടി ആയതുകൊണ്ട് വളരെ ഹാർട്ട് ടച്ചിങ് ആണത്. അങ്ങനെ ഈ അമ്മുക്കുട്ടി എന്നുള്ള വേഷം ചെയ്യുന്ന സമയത്ത് അമ്മുക്കുട്ടിയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്നോട് പറയും ജസ്റ്റ് അവിടെ നിൽക്കൂ, ഡമ്മി ആയിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ. അതെ, ഞാനാണല്ലോ ഇനി ചെയ്യേണ്ടത്, അതുകൊണ്ട് നിന്നോളൂ എന്നുള്ള അർത്ഥത്തിൽ എന്നെ നിർത്തി, എന്നെ ബലിയാടാക്കിയെന്നാണ് ഞാൻ അതിന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നിന്നോടുകൂടി ഈ ഓപ്പോസിറ്റിൽ നിന്ന് മുരുകേഷ് കാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര നടനാണ്. അദ്ദേഹം വളരെ റിയാലിറ്റി ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ച് സ്റ്റോറി ഇങ്ങനെ മനസ്സിലായി വന്നിട്ട് എനിക്ക് ഭ്രാന്താണോ അമ്മുക്കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ഫീൽ ചെയ്തിട്ട്. അപ്പോൾ ഇയാൾക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ പറയണം, വിഷമിച്ചിട്ട് തന്നെ ഞാൻ പറയണം. പക്ഷെ ഞാൻ ഉറക്കം പൊട്ടിക്കരഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ ആ റിയാലിറ്റിയും ഈ കഥാപാത്രത്തിൻ്റെ തീക്ഷ്ണതയോട് കണ്ടിട്ട് ഞാനിങ്ങനെ നിന്ന് പോയിട്ട് എനിക്ക്, അതായത് പകച്ചു പോകുന്നൊക്കെ പറയുന്നത്, ഞാൻ കരഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രേ പറയാൻ പറ്റുള്ളൂ, എനിക്ക് പറയാൻ പറ്റില്ല. ഫീല് ഭയങ്കരമായിട്ട്
അപ്പം ഞാൻ തീരുമാനിച്ചു ഇത് വിട്ട് ഞാൻ എവിടെയും പോവില്ല. 100 രൂപയുടെ പ്രശ്നമല്ല, ഞാൻ അഭിനയിച്ചേ പോവുള്ളൂ. അങ്ങനെ ഞാൻ മനസ്സിലെ പഴയ ആഗ്രഹം ഏത് അതൊക്കെ വിട്ടു, അത് നടക്കില്ല ഇനി. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പിന്നെ BA ഒന്നും എടുത്തിട്ടുണ്ട്, അതെന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. മലയാളം, അങ്ങനെ മലയാളത്തിൽ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, അത് കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അതുപോലെ ചിത്രകല കുറച്ച് അറിയായിരുന്നു, അപ്പോൾ അത് പിന്നെ പഠിക്കാനൊന്നും പോയില്ല. അപ്പോൾ എനിക്കത് ചുമർ ചിത്രം പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതൊന്ന് പഠിക്കണം. അപ്പോൾ ഇനിയുള്ള, അതായത് ഇതിന്ന് കിട്ടുന്ന ഇടവേളകളിൽ ഒരുപക്ഷെ ഞാൻ നിർത്തും, ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലൊക്കെ നിർത്തും. കാരണം അത്ര ഭ്രമിപ്പിക്കുന്നില്ല ഇപ്പോൾ. അല്ല ഞാൻ ഇപ്പം നാടകത്തിനായിട്ട് വന്നപ്പോഴത്തേക്ക് എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടി? 3 സ്റ്റേറ്റ് അവാർഡ്. ഒരുപാട് പ്രേക്ഷകരുടെ ഒക്കെ മിങ്കിൾ നിൽക്കാൻ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ട് എനിക്ക് അവിടെ പോകാതെ ഇവിടെ എന്നാ മതി എന്നുള്ള തോന്നുന്നുണ്ട്. അല്ല, അത് രണ്ട് ഇതാണല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കും അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ അല്ലേ? അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർ പറയാം വളരെ നല്ല തണുപ്പാ, പക്ഷെ നമുക്ക് മൂന്നാറിലെ തണുപ്പ് അതൊരു വേറെ ഫീൽ അല്ലേ? നമ്മുടെ നാട് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടാവും അവിടെ. അതേപോലെ ഇത് ഓഡിയൻസ് ആയിട്ട് ഞാൻ വളരെ, അതായത് എനിക്ക് ഒരുപാട് ഓഡിയൻസ്, എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അതിന് ഞാൻ അത്രമാത്രം അറിഞ്ഞിട്ടുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു, എന്റെ അറിവിലേക്ക് തോന്നുന്നു മൂക്കുത്തിയിലെ താര എന്നൊരു കഥാപാത്രമാണ് ഇപ്പോഴും പ്രേക്ഷകര് മനസ്സിൽ തങ്ങുന്ന ഒരു കഥാപാത്രം എന്നാണ് എന്റെ വിശ്വാസം. അതിന് മുൻപ് കുറിയെടുത്ത താത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് വല്ലാതെ സംവേദിച്ചത്. അതിപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നത് കൊണ്ടും എന്നെ താത്രി എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നത്. പിന്നെ താരചേച്ചി എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്, പേര് മറന്ന് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അതിന്ന് കിട്ടുന്നതിനേക്കാൾ സംതൃപ്തി എനിക്ക് ഈ നാടകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു ദൈവികമായിട്ടുള്ള കുറേ നമ്മുടെ മനുഷ്യന്മാരുടെ അല്ലാത്തൊരു സ്റ്റോറിയാണ് ഞങ്ങൾ പറയുന്നത്. അവിടെ ഫീലിങ്സ് ഒക്കെ നമുക്കൊക്കെ കറക്റ്റാണ്, സ്ഥായി ഭാവങ്ങളൊക്കെ മനുഷ്യന്മാരുടെയാണ്. പക്ഷെ അതൊരു ദൈവികത കൂടിയത് കൊണ്ട് ഒരു അസംഭവ്യമായ എന്തോ ഒരു സാധനം മൊത്തത്തിൽ നമ്മൾ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞ ശരീരം കൊണ്ട് സംഗീതം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഇത് എനിക്ക്, ഞാൻ ചില ക്യാരക്ടേഴ്സ് ആയിരുന്നെങ്കിൽ അയാളായാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തിയാൽ ഞാൻ ഇന്നത് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് സ്വയം ചിന്തിക്കാറില്ലേ? ഒരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നമുക്കിതിലൂടെ മാറിക്കിട്ടും, കുറേ ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ഇതൊരു ചുഴിയാണ്. ഈ ചുഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടില്ല. അതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്, അത് കറക്റ്റായി. അതായത് നമ്മളെ അടുത്ത ക്യാരക്ടർ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വന്ന വർഷം തൊട്ടിട്ട്, അതെന്നെ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് എനിക്കായിട്ട് ആളുകൾ ക്യാരക്ടേഴ്സ് എഴുതിയിട്ട് അതെന്നോട് ഡിസ്കസ് ചെയ്തിട്ട് ചേച്ചി ഇന്ന ക്യാരക്ടറിനാണ്, ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പം ഞാൻ ആ ക്യാരക്ടർ എന്നെ മോഹിപ്പിക്കെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കൂ എന്നുള്ളത്. ഈ ഒരു വർഷം മാത്രമാണ് എന്താണ് ക്യാരക്ടർ എന്ന് അറിയാതെ ഞാൻ വന്ന് അഭിനയിച്ചിട്ടുള്ളൂ. മറ്റേത് സ്ക്രിപ്റ്റ് അല്ല. ഈ ഒരു കളിക്കാൻ നടൻ നടന്നവരുടെ റിപ്പോർട്ട് നമ്പർ 79 അതിൽ കൂടുതൽ ട്രിവാൻഡ്രം സ്ലാഗ് വരുന്നുണ്ട്. അത് കുറച്ച് കഷ്ടമായിരുന്നു തോന്നി എനിക്ക്. അത് പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ പറ്റിയതൊക്കെ അങ്ങനെ കുറെ വാക്കുകൾ. അല്ല, ഞാനത് അതിന്റെ മീനിങ് ആദ്യം ചോദിക്കും. അതിപ്പോ നമ്മൾ അറിയാത്ത ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല അവിടെ ഫീൽ എന്താന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താ വേർഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് പറയുന്നത് സ്ലാങ് എങ്ങനെയെന്നൊന്ന് മനസ്സിലാക്കും. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലാങ്ങും കിട്ടണം. അതായത് കൊളോക്കിയലായിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണല്ലോ. അപ്പൊ ഞാൻ 1-2 വട്ടം പറയിപ്പിച്ചൊക്കെ നോക്കി ഇങ്ങനെ തന്നെ അല്ലേ അതന്നെ. അല്ല, ചില പ്രത്യേകം പറഞ്ഞില്ല. ഇവിടെ നമ്മളിപ്പോ സാധാരണ നാട്ടിൻപുറത്തുകാർ പറയാം, ഇപ്പം ഒരു ഭാര്യ പറയാറുണ്ട്, എൻ്റെ ആണാപ്പിറന്നവൻ പുറത്തു പോയാൽ എൻ്റെ ആണാപ്പിറന്ന, അത് ആണാപ്പിറന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ആണായി പിറന്നവൻ, അവരുടെ ഒരു ആത്മധൈര്യം കൊണ്ട്. അപ്പൊ തിരിച്ച് അയാളും പറയുന്നുണ്ട്, എൻ്റെ പെമ്പറന്നോത്തി, എൻ്റെ പെണ്ണായി പിറന്നവൻ എനിക്ക് വേണ്ടി. അങ്ങനെ അതാ ഒരു വ്യത്യാസം പറയുന്നത് അങ്ങനെയാണ്. എനിക്കൊന്ന് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഭാഷ സംസാരിക്കാറില്ല. അല്ലെങ്കിൽ പെണ്ണൊരുത്തി അങ്ങനെയൊക്കെ പറയില്ല, അവരിങ്ങനെയാണ്. പിന്നെ അയമ്മ, കോഴിക്കോട് അല്ല, ഞങ്ങള് തൃശ്ശൂര് പറയും അയമ്മ. അതെന്താ അയമ്മ അങ്ങനെ പറഞ്ഞത് ചോദിക്കും. അതായത് അമ്മ കുട്ടിയെ കുറച്ച് റെസ്പെക്റ്റിൽ സംസാരിക്കുകയാണ്. പിന്നെ ആ പെണ്ണൊരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് തൻ്റെടിയൊക്കെ ആയിട്ട് നമുക്ക് അറിയാത്ത ഒരാൾ, അന്യനായിട്ടുള്ള ഒരു സ്ത്രീ എന്തോ ചെയ്യുമ്പോൾ ആ പെണ്ണൊരുത്തി എന്താ അങ്ങനെ ചെയ്തത്, പെണ്ണൊരുത്തി. നാടൻ പാട്ടിലൊക്കെ ഒരു വാക്ക് കയറി വരാറുണ്ട്. പെണ്ണൊരുത്തി. ചേച്ചിയുടെ മനസ്സിലുണ്ട് എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ്, അതായത് എനിക്ക് ഇന്നൊരു വേഷം ചെയ്യണം എന്നെങ്കിൽ തുറന്ന് പറയാം. കാര്യം ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. ധൈര്യമായിട്ട് പറയാം, എന്താണ് എൻ്റെ ഡ്രീം പ്രോജക്റ്റ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ ഞാൻ എന്താണോ എനിക്ക് തരുന്നത് ആ തരുന്നത് നന്നാക്കിയിട്ട് മാക്സിമം ചെയ്യാൻ അല്ല അങ്ങനെ ശ്രമിക്കാന്നല്ലാതെ ഇന്ന ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചെയ്യുന്നത് എനിക്ക് പ്രാധാന്യമുള്ളതായിരിക്കണം.
ഒരു സീനിലേ ഞാൻ വന്നു പോയുള്ളൂ വെച്ചാൽ അത് പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുന്നതായിരിക്കണം. അഥവാ ഒരു മത്സരത്തിന് പോണ സമയത്ത് മാർക്ക് സ്കോർ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിങ് കൊണ്ടാണെങ്കിലോ ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ വികാര വിക്ഷോഭം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം അതിലുണ്ടായിരിക്കണം. അത്രേ ആഗ്രഹമുള്ളൂ, വേറെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അവാർഡുകൾ ഇങ്ങനെ കുന്നോളം പോരട്ടെ എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിലും അതേപോലെ മറ്റുള്ള നമ്മളെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് തന്നെയാണ്. ആ ഒരു കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും. എനിക്കൊരു മകനാണുള്ളത്, വളരെ ചെറിയ മോനാണ്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 8 വയസ്സായിട്ട്. പേര് അഹിർ ഭൈരവ് ജതിശങ്കർ. അടിപൊളി, സൂപ്പർ പേര്. പിന്നെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു ഡ്രോയിങ് ടീച്ചറാണ്, സ്കൂൾ അധ്യാപകനാണ്. ഇതെൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ആദ്യത്തെ ഒരു നടനായിരുന്നു അദ്ദേഹം വളരെ ഫേമസ് ആയ നടനാണ്. കുറിയെടുത്ത് താത്രയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് മികച്ച നടനും മികച്ച നടിക്കും കൂടി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെ റെക്കോർഡാണത്. കാരണം ഒരേ സമയത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടിയിട്ടില്ല. 2 തവണ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരേ തവണ കിട്ടിയിട്ടില്ല ഒരേ സമയത്ത്. അത് ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ പറഞ്ഞത് വേൾഡ് റെക്കോർഡാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ എനിക്ക് കുട്ടികളൊന്നുമില്ല. ഞങ്ങൾ 15 വർഷം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ആയതാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാൻ നാടകം നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിച്ച് പോയത്. പക്ഷെ അവർ പറഞ്ഞു ഇത്രയും നല്ലൊരു കലാകാരിയെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു കലാകാര കുടുംബമായതുകൊണ്ട് ആ 15 വർഷവും എനിക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടാനും എനിക്ക് കലയിൽ തുടർന്നു പോകാനും പറ്റി. ഇപ്പം എനിക്ക് നിർത്തണം എന്ന് പറഞ്ഞാലും ഇദ്ദേഹം പറയും നിങ്ങൾ ഭയങ്കര ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അത് കാരണം നിങ്ങൾ വീട്ടിലിരിക്കരുത്, കുട്ടീനെ ഞാൻ എന്തെങ്കിലുമൊക്കെ. അത് ഭയങ്കര സാക്രിഫൈസിങ് ആ പുള്ളി ചെയ്യുന്നത്. കാരണം ചെറിയ മോനല്ലേ. തൃശ്ശൂരത്തെ വീട്ടില് ഹസ്ബൻഡും അല്ല, തൃശ്ശൂരല്ല, വീട് കോഴിക്കോട്. ആ ഹസ്ബൻഡ് മോന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഈ ടോം ആൻഡ് ജെറി കളിച്ചിട്ട് രാവിലെയൊക്കെ സ്കൂളിലേക്ക് വിടുക. കാര്യം 7 മണിക്ക് അവനെ പറഞ്ഞു വിടണം. അപ്പോൾ അതൊരു അമ്മയാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്ഷമിച്ച് കൊഞ്ചിച്ചൊക്കെ എടുക്കും. പക്ഷെ ഇവർക്ക് 2-3 വട്ടം നമ്മൾ കൊഞ്ചൽ നിർത്തുമല്ലോ, ദേഷ്യം വരുമല്ലോ, കാരണം ടൈമിന് അവിടെ എത്തണ്ടേ. അപ്പൊ അവർ 2 പേരും എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മോൻ്റെ ഒരു പരാതി എന്താന്ന് വെച്ചാൽ ലീവ് എടുക്കാൻ പറ്റാത്ത ഈ ജോലിക്ക് അമ്മ പോകരുത്, വേറെ ഏത് ജോലിക്ക് പോയിക്കോളൂ, പക്ഷെ ഇതിന് ലീവ് കിട്ടണില്ല. അത് കാരണം കൊണ്ടാണ്. പിന്നെ ഓരോ തവണ പോയിട്ട് വരുന്ന സമയത്തും ചില സമയത്ത് നമ്മൾ പറയും ഇന്ന് സാലറി ഉണ്ടായിരുന്നില്ല, ഇന്ന് സാലറി കളിയല്ല, അല്ലെങ്കിൽ ഇന്ന് റിഹേഴ്സലാണ്. ഇതെന്ത് തൊഴിലമ്മ, ഇത് എന്ത് ജോലിക്കാ അമ്മ ഈ പോണത്? എനിക്കൊരു കളിപ്പാട്ടം വരെ വൈകിട്ട് വരാൻ പറ്റാത്ത അമ്മ എനിക്ക് അവരുടെ നമ്പർ തരും, ഞാൻ അവരെ വിളിച്ച് പറയാം എൻ്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കണം. അങ്ങനെ വീട്ടിലെ ഖജാൻജി കൂടിയാണ് എൻ്റെ മോൻ. പിന്നെ അതൊരു രസമാണ് കേട്ടോ, കാരണം ഞാൻ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് കൂടി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഖേദമുള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ അത് മകന് കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ അവൻ ഡ്രോയിങ്ങിൽ പിന്നെ ഒരു കോമ്പറ്റീഷനിൽ വലിയ കുട്ടികളുടെ കൂടെ കൂടിയിട്ട് +2 വരെയുള്ള കുട്ടികളുടെ കൂടെ ഉള്ള ഒരു മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് വിന്നറാണ് അവൻ. ഗോൾഡ് മെഡൽ കിട്ടിയതാണ്. പിന്നെ നന്നായിട്ട് പാടും, നന്നായി കളിക്കും. ചേച്ചിയും പാടുമെന്നാണ് ഞാൻ അറിഞ്ഞത്, പക്ഷേ ഇവിടെ അതിൽ പാടിയില്ലല്ലേ? അതെ, ശബ്ദം ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ സബ് മ്യൂസിക് ആയിരുന്നു, അപ്പോൾ പാടാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവൻ നന്നായി ഡാൻസ് ചെയ്യും, നന്നായി ആക്ട് ചെയ്യും. അവൻ 2.5 വയസ്സിൽ 2.5 വയസ്സിൽ അവൻ ആക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സീരിയലിൽ ഇപ്പോഴും വിളിക്കുന്നതാണ്. ഞാൻ അവൻ്റെ ഒരു പഠിത്തം കളഞ്ഞിട്ട് വിടാൻ പറ്റാത്തതുകൊണ്ട് അവനെ വിടാതിരിക്കുന്നതാണ്. അല്ല, ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അവൻ്റെ, ചേച്ചി പോസ്റ്റ് ചെയ്ത് പെൺകുട്ടിയായിട്ടുള്ളത്. അത് ബാലാമണിയായിട്ട് നന്ദനത്തിൽ ആദ്യം അവനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആണ് പെൺകുട്ടിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ഒരു രസമായിരിക്കുമല്ലോ. അങ്ങനെ അതായത് നമ്മുടെ ഫിലിം ഡയറക്ടർ രഞ്ജിത്തേട്ടന്റെ അനിയൻ രഘുവേട്ടനായിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അവൻ തന്നെ ചെയ്യണം. അപ്പൊ അവൻ അന്ന് കളരി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവന്റെ ബോഡി ലാംഗ്വേജ് കളരിയുടെ പോലെ, അതായത് കുറച്ച് പൗരുഷം വരുമ്പോൾ വേണ്ടാന്ന് അങ്ങനെ വിടരുത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഇഷ്ടമായില്ല. കാരണം ഞാൻ ക്ലാസിക്കൽ തന്നെ പഠിപ്പിക്കാതിരിക്കുന്നത് ആ ഒരു ചായവിലേക്ക് വരണ്ടാതിരിച്ചു. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് വെസ്റ്റേണും സിനിമാറ്റിക്കും ഒക്കെയാണ്. വേറെ ടീച്ചറെ അടുത്ത് തന്നെ വിട്ട് പഠിപ്പിക്കുകയാണ്. പിന്നെ നന്നായി പാടുന്നത് കൊണ്ട് ഞാൻ അവനെ മ്യൂസിക് ടീച്ചറുടെ അടുത്തേക്ക് ഈ വർഷം വിടുന്നുണ്ട്. പിന്നെ ഭയങ്കര താളബോധമാണ്, നന്നായി ചിത്രം വരയ്ക്കും. ആരും ഒന്നും പറയൊന്നും വേണ്ട, അവൻ കവിത എഴുതും, കഥകൾ എഴുതും, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പഠിക്കുക. ആ നേരത്തെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മൾ ഇങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് ഫ്രീഡം കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അങ്ങനെ ചേച്ചി അതുപോലെ തന്നെ ചേച്ചി ഒരുപാട് അമച്ചർ നാടകങ്ങളിലായാലും പ്രൊഫഷണൽ നാടകങ്ങളിലും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശിവന്തി ആയാലും അല്ലെങ്കിൽ അമ്മുക്കുട്ടി ആയാലും
താര അല്ലെങ്കിൽ ഇപ്പോൾ ചിന്നമ്മ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വിചാരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എല്ലാം പ്രിയപ്പെട്ടതാണെങ്കിലും. അതെ അതെ, അതിൽ ഏറ്റവും ഇഷ്ടം അമേച്ചറുകളിൽ ഗിരീഷ് പി സി പാലത്തിൻ്റെ ഒരു നാടകമുണ്ട് മണ്ണ്. അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള അതിൽ തങ്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊശവത്തി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം. പ്രൊഫഷണൽ നാടകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറിയെടുത്ത് താത്രി കഴിഞ്ഞിട്ട്, അതായത് അതിനോട് അത്ര ഇഷ്ടം വരാൻ കാരണം അത് എൻ്റെ നാട്ടിൻ്റെ ഭാഷയും കൂടിയാണ്. വള്ളുവനാട് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. താത്രിയുടെ വീട് അവിടെയാണല്ലോ, വള്ളുവനാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കഥകൾ അത്ര വളരെ ചെറിയൊരു 13 വയസ്സ് മുതൽക്ക് ഞാൻ കേട്ട് അറിയുന്നൊരു കഥയായതുകൊണ്ട് ആ ക്യാരക്ടറായ സമയത്ത് അതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പൂർണ്ണതയിൽ ചെയ്ത ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഈ 2 കഥാപാത്രം ഇപ്പോൾ താര ഇഷ്ടമാണ്, ചിന്നമ്മ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ചിന്നമ്മ വ്യത്യസ്തമായ ക്യാരക്ടറാണ്. അതെ അതെ അതെ, ചിന്നമ്മ ബോൾഡാണല്ലോ, വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. എന്നാൽ ഒരു വളരെ തമാശകളൊക്കെ പറയുന്ന ഒരു സാധാരണ അമ്മയാണ്. പക്ഷെ അതിലുപരി അവരൊരു ഝാൻസി റാണിയും കൂടിയാണ്. നാടകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. സസ്പെൻസ് പൊളിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞു, എങ്കിലും മനസ്സിൽ തങ്ങിക്കുന്ന ഒരു കഥാപാത്രത്തെ ഒന്ന് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തൂടെ? അങ്ങനെ കഥാപാത്രമായിട്ട് ചെയ്യില്ല, ചെറിയൊരു സിറ്റുവേഷൻ പറഞ്ഞു തരാം, അതേ പറ്റൂ. കാരണം നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറണം. എനിക്കതിപ്പോൾ പറ്റില്ല. എനിക്ക് അങ്ങനെ തന്നെ മാറിയിട്ടില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാത്തത് കൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും ആ കഥാപാത്രം എന്തുകൊണ്ട് ഞാൻ ഈ നാടകത്തിൽ നിന്നു എന്നുള്ളതിനും കൂടി അതിൻ്റെ അടിത്തറ ആ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് അത് പറയണത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതിൽ ഈ വടകര വരതയിൽ റിഹേഴ്സൽ അറ്റൻഡ് ചെയ്തൊരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ആ നായകൻ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന് ഭ്രാന്തില്ല, സ്വത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും തന്യാവർത്തനം സിനിമ പോലെ ഭ്രാന്തരാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവരാണ് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അവസാനം ഇയാളെ ചങ്ങലക്കിട്ടുന്നതാ. ചങ്ങലക്കിട്ടത് ജയിൽ പോലത്തെ ഒരു സ്ഥലത്ത് ഗ്രില്ലൊക്കെ ഇട്ട് കൂട്ടിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇവർ ഭക്ഷണം കൊണ്ടേ കൊടുക്കുക. അവിടെ ചെല്ലുമ്പോഴും ഇയാൾ ചോദിക്കും എനിക്ക് ഭ്രാന്തുണ്ടോ ചോദിക്കുമ്പോൾ അപ്പോഴും ഇവർ മാത്രം പറയും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, കുട്ടിയേട്ടിന് ഭ്രാന്തില്ല കേട്ടോ എന്ന് പറയും. ആ ഒരു ഒറ്റ ഇതിലാണ് അയാൾ ഊർജ്ജം നിലനിർത്തിയിട്ട് മരിക്കാതെ നിൽക്കുന്നത്, അതായത് ഭ്രാന്തനാവാതെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് അവളോട് ചോദിക്കും എനിക്ക് ഭ്രാന്തുണ്ടോ ചോദിക്കും. അപ്പോൾ അവൾ പറയും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇവള് പറയും കുട്ടിയേട്ടൻ പണ്ട് പറഞ്ഞു തരാനുള്ള ഒരു കഥയില്ലേ, മന്ത്രം ജപിച്ച കഠാര കാണിച്ചപ്പോൾ ചങ്ങല തകർത്ത കഥ, വെള്ള കുതിരപ്പുറത്ത് കയറി അവർ രക്ഷപ്പെട്ട കഥ. എനിക്ക് ആരാ ഒരു കഠാര തരിക എൻ്റെ കുട്ടിയേട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ? എൻ്റെ കുട്ടിയേട്ടിന് ഭ്രാന്തില്ല കേട്ടോ, ഭ്രാന്തില്ല. ആ ടിഷ്യൂ ഒന്ന് എടുത്ത് കൊടുക്കൂ. എന്തായാലും ആ ഒരു ഇത് മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞു കേട്ടോ. കാര്യം ആ കണ്ണിന്ന് ഇറങ്ങുന്ന ആ ജലധാര എനിക്കും പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതെനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അയ്യോ എന്നാലും പറഞ്ഞു അതല്ല, എനിക്ക് ജീവിക്കാനേ അറിയുള്ളൂ, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതേ അറിയുള്ളൂ, അഭിനയിക്കാൻ സത്യത്തിൽ അറിയില്ല. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റണത്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് അഭിനയിക്കാൻ പറഞ്ഞു ഞാനൊക്കെ അപ്പോഴേ വണ്ടി പിടിച്ച വീട്ടിൽ പോകും. ചേച്ചി അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാര്യം ഈ ഒരു ഓണത്തിന് എന്തൊക്കെയോ കൂടെ അധികം കിട്ടിയെന്നൊരു തോന്നൽ. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കലാനികേതൻ ഓൺലൈൻ മീഡിയയുടെയും എൻ്റെയും ഒക്കെ നല്ലൊരു പൊന്നോണം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാഘോഷം വളരെ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി.